ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വെയിൽസിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഡെസ്റ്റിനേഷനാണ്. അതാണ് പോർട്ട് മെറിയോൺ, അതായത് വെയിൽസിലുള്ള ഒരു ഇറ്റലി. വെയിൽസ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പോർട്ട് മെറിയോൺ ഇറ്റാലിയൻ വില്ലേജിനെ പറ്റിയായിരുന്നു. അപ്പം തന്നെ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത ഒരു സംഭവമാണ് ഈ ഒരു പ്ലേസ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലേസാണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രകൾ എന്ന് പറയുന്നത്, ആ സ്ഥലങ്ങൾ, വെയിൽസിലെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുറേ കുന്നിൻ ചെരുവുകളും ഫാം ലാൻഡ്സും അതുപോലെ തന്നെ ബീച്ചസ്, അങ്ങനെ കുറേ വാട്ടർഫോൾസ് എല്ലാം കൊണ്ടും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് വെയിൽസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ വില്ലേജ്. ഇതിലേക്കുള്ള വില്ലേജിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്. ശരിക്കും ഈ എൻട്രൻസ് തന്നെ ഞെട്ടിച്ചു. നമ്മൾ ചില ഇറ്റാലിയൻ സീരീസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ മൂവീസൊക്കെ കാണുമ്പോൾ അവരുടെ റോഡും അവരുടെ ഒരു കൺട്രി സൈഡൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയാണോ അത് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഇറ്റാലിയൻ വില്ലേജിൻ്റെ ഒരു ഫാസിനേറ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ബ്രെത്ത്ടേക്കിംഗ് ബ്യൂട്ടി ആൻഡ് അമേസിങ് ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഒരു ക്വസ്റ്റ്യൻ, വെയിൽസിലൊരു ഇറ്റാലിയൻ വില്ലേജ് എന്തിന്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100 ഇയേഴ്സൊക്കെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് 1925 വെയിലിഷ് ആർക്കിടെക്ടറായിരുന്ന സർ കോൾ വില്യംസ് എലീസ് എന്ന് പറയുന്ന ഒരു ജീനിയസ്, അദ്ദേഹം കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബിൽഡിങ്സ് കൊണ്ടും നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാതെ പ്രകൃതിയോട് ജീവിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ നമ്മളിതേ അതിൻ്റെ എൻട്രൻസിൽ നമുക്കൊരു മാപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു QR കോഡൊക്കെ ഉണ്ട്. അതൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്ര സ്ഥലങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട്, ആ മാപ്പ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് തന്നെ സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ മുന്തിരി ചെടികളുടെ ഈ വള്ളി വെച്ച് ഒരു ആർച്ച് രൂപത്തിലാണ് അവർ ആ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ മുന്തിരിയുടെ ആ ചെടിയാണത് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഇറ്റലിയിൽ ഗ്രേപ്സിനുള്ള ഒരു പ്രാധാന്യം നമുക്കറിയാലോ. ഇറ്റലിയുടെ ലൈഫിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വൈൻസും അതുപോലെ തന്നെ വൈൻ മേക്കിങ്ങും വിൻയാർഡ്സും. അതിൻ്റെ ഒരു തീം ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ആ എൻട്രൻസിനകത്ത് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആണ് ഈ ഒരു സ്ഥലത്ത് ചെന്നും ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു മാപ്പ് തരും, എന്തൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട മാപ്പിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി നമുക്ക് തരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് നടക്കാനായിട്ട്. സോ നമുക്ക് കിട്ടിയ മാപ്പിനകത്ത് ഓരോ സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ പേരുകളും അതിനെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂങ്ങേനെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. നമുക്ക് അവരുടെ കൂടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. വില്യം എലീസിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഹീസ് ഇൻസ്പയർഡ് ബൈ ദ കളർഫുൾ ടൗൺസ് ഓഫ് ഇറ്റലി. ഹി സ്പെൻഡ് നിയർലി 15 years ബ്രിങ്ങിങ് ദിസ് ഇൻക്രെഡിബിൾ വിഷൻ ടു ലൈഫ്. സോ അദ്ദേഹം 50 വർഷം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വില്ലേജ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ഹിം. ലൈക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ എത്രമാത്രം ബ്യൂട്ടി അതിനെക്കുറിച്ച് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഇറ്റലി ചെന്നൊരു ഫീൽ തന്നെ ഉണ്ട്. സർ ക്ലോഫ് വില്യംസ് എലീസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു സൃഷ്ടാവ്, പുള്ളി ഇറ്റലിയിലെ പോർട്ടോഫിനോ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കളർഫുൾ ഹൗസസും അതുപോലെ തന്നെ പിയാസ, അതായത് അവിടുത്തെ മുറ്റത്തിന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഗാർഡൻസ് ആണെങ്കിലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു മാതൃകയിലാണ്. ഇതും ഒരു സാധാരണ വില്ലേജ് അല്ല, മറിച്ച് ഇതൊരു വിനോദസഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു റിസോർട്ട് വില്ലേജും കൂടിയാണ്. അതായത് ഇവിടെ കുറേ റിസോർട്ട് സൗകര്യങ്ങളും ചെറിയൊരു ഹോട്ടൽസൊക്കെ ഉണ്ട്. ഹോം ഫോർ ഫോളൻ ബിൽഡിങ്സ് എന്നും കൂടെ ഈ പോർട്ട് മെറിയൻ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ശൈലിയിലുള്ള ഈ കെട്ടിടങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ പണ്ടുകാലത്ത് ബ്രിട്ടനിൽ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയ പഴയകാല ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളും അവിടെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. വാസ്തുശില്പിയായ വില്യം എലീസ് തകർന്നിരുന്ന കൊട്ടാരങ്ങളുടെയും അതേപോലെ തന്നെ പഴയ കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളും ജനാലകളും തൂണുകളും മറ്റും ശേഖരിച്ചിട്ട് അവയ്ക്ക് പോർട്ട് മെറിയയിൽ ഒരു പുതിയ ജീവിതം നൽകുമായിരുന്നു. അങ്ങനെയാണ് ഇത്തരം ബിൽഡിങ്സ് പുള്ളി ബിൽഡ് ചെയ്ത് വന്നത്. പിന്നെ ഒരു അമേസിങ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശസ്തി. അതായത് 1960കളിൽ
ദ പ്രിസൺ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ സീരീസ് ഉണ്ടായിരുന്നു. ആ ഒരു ടെലിവിഷൻ സീരീസിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ ഈ ഒരു വില്ലേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയി. അപ്പോൾ ദ പ്രിസൺ എന്ന് പറയുന്ന ആ ഒരു സീരീസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇവിടെ ഒരു ഷോപ്പും, ആ ഷോപ്പിനകത്ത് ദ പ്രിസൺ എഴുതിയിട്ടുള്ള ലോഗോ ഉള്ള സംഭവങ്ങളും ടീഷർട്ട്സ്, പെൻസിൽസ്, ബുക്സ്, അങ്ങനെ കുറേ അധികം ഇവരിവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, ഫിലിം മേക്കേഴ്സ്, ട്രാവൽ ലവേഴ്സ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പോർട്ട് മെറിയോൺ എന്ന് പറയുന്ന വില്ലേജ്. നമുക്ക് തന്നെ എവറി കോർണർ ഫീൽസ് ലൈക്ക് എ മൂവി സെറ്റ്. അതായത് ബ്രൈറ്റ് കളേഴ്സ്, ബ്യൂട്ടിഫുൾ ഗാർഡൻസ്, സ്റ്റണ്ണിങ് ആർക്കിടെക്ചറാണ്. ഇറ്റ് ഇമ്പോസിബിൾ നോട്ട് ടു ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് 70 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഒരു സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ 19 മൈലിലധികം നീളമുള്ള കാൽനടപ്പാതകളും അതുപോലെ തന്നെ ഒരു ജാപ്പനീസ് ഗാർഡനും അതോടൊപ്പം തന്നെ ഒരു ഡോഗ് സെമിട്രി ഒക്കെ ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ ചില ബിൽഡിങ്ങിലേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷേ ചിലതിലേക്ക് നമുക്ക് കയറാനുള്ള ഗോവണികളൊക്കെ ഉണ്ട്. അവിടെ കയറി നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ബ്രിട്ടനിലെ പലയിടങ്ങളിൽ നിന്നും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു റീസൈക്കിൾ വില്ലേജ് എന്നും കൂടി പേരുണ്ട്. അതായത് ബിൽഡ് ഫ്രം ലെഫ്റ്റ് ഓവേഴ്സ്. സർ വില്യം ക്ലോഫ് എന്ന് പറയുമ്പോൾ പുള്ളി ഇതിനൊരു മാന്ത്രികനെ പോലെയാണ് ഈ ഒരു ഗ്രാമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള പല കെട്ടിടങ്ങൾക്കും ഫ്രണ്ട് എലിവേഷൻസ് മാത്രമാണുള്ളത്. ചില കെട്ടിടങ്ങളിൽ ജനാലകൾ യാഥാർത്ഥ്യമല്ല, മറിച്ച് ചുവരുകളിൽ പെയിൻറ് ചെയ്തവയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കെട്ടിടങ്ങളുടെ വലിപ്പം തോന്നിക്കാം, എന്നാൽ അടുത്ത് വരുമ്പോൾ അവ ചെറുതായിരിക്കും. ഇതിനു വേണ്ടിയുള്ളൊരു വാസ്തുവിദ്യാ തന്ത്രമായിരുന്നു ഫോഴ്സ്ഡ് പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വില്ലേജാണിത്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. പ്രശസ്ത ബാൻഡായ ദ ബീറ്റിൽസ്, അതിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതായത് ലോകപ്രശസ്ത മ്യൂസിക് ബാൻഡായ ദ ബീറ്റിൽസ് അംഗമായ ജോർജ് ഹാരിസൺ, അദ്ദേഹം തൻ്റെ 50ാമത്തെ ജന്മദിനം ആഘോഷിച്ചത് പോർട്ട് മെറിയൻ ഹോട്ടലിൽ വെച്ചാണ്. കൂടാതെ മറ്റൊരംഗമായ മാർട്ടിനയിലും ഇവിടെ താമസിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സെൻട്രൽ പിയാസ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വില്ലേജിൻ്റെ തന്നെ ഒരു കേന്ദ്ര ഭാഗമാണിത്. അതായത് കുറേ കളർഫുൾ ബിൽഡിങ്സും അതുപോലെ തന്നെ എല്ലാം കൂടി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഒരു ചെസ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടെയിൻ പൂള്, അതൊക്കെ ഇതിനോട് സംബന്ധിച്ചാണ് ആ ഒരു ഏരിയനെ അവർ സെൻട്രൽ പിയാസ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാന ആകർഷണമാണ് മനുഷ്യൻ്റെ വലുപ്പമുള്ള കരുക്കൾ, ഭീമൻ ചെസ് ബോർഡ്. നമുക്ക് ആ ചെസ് ബോർഡ് കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യാം.
പോർട്ട് മെറിയൻ വില്ലേജിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആകർഷണമാണ് ഹെർക്കുലീസ് പ്രതിമ. ഉയർന്ന തറയിൽ കംപ്ലീറ്റ്ലി ബ്രോൺസ് കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സ്കോട്ടിഷ് ശില്പിയായ വില്യം ബ്രോഡി ആണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഏകദേശം 1867 ഈ ഭീമാകരമായ വെങ്കല പ്രതിമ വാർത്തെടുത്തത്. പോർട്ട് മെറിയൻ അതായത് നോർത്ത് വെയിൽസിലെ ഗ്വിനിത് കൗണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കടലിനോട് ചേർന്ന ഒരു മനോഹരമായ തീരപ്രദേശമാണ്. ചുറ്റും മലനിരകളും കാടുകളും കടലും നിറഞ്ഞതിനാൽ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണിത്. ഇറ്റലിയിലെ അമാൽഫി തീരം, പോർട്ടോഫിനോ, ടസ്കാനി തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഗ്രാമം രൂപകൽപ്പന ചെയ്തത്. ഈ ഒരു വില്ലേജിനകത്ത് കുറേ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ കുഞ്ഞ് സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിവിടുത്തെ ഒരു ഷോപ്പിനകത്ത് കയറിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻസിന് ഭയങ്കര ഫേവറേറ്റ് പാസ്താസും പിസ്സാസും ഒക്കെയാണ്. അപ്പോൾ ആ പാസ്തയുടെ വെറൈറ്റി ടൈപ്സ് പാസ്താസ്, അതുപോലെ തന്നെ അവരുടെ സ്വീറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് ഒരു കഫേ പ്ലസ് ബാറും കൂടിയാണ്, ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോർട്ട് മെറിയയിലെ റെസ്റ്റോറൻറ്റുകളാണ്. വെയിലിഷ് വിഭവങ്ങളും യൂറോപ്യൻ, ഇറ്റാലിയൻ ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. സോ നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. നമുക്ക് അവിടുത്തെ ഇറ്റാലിയൻ ഒതൻറ്റിക് ടേസ്റ്റ് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ച ഡിഷ് എന്ന് പറയുന്നത് കഫേ ഗ്ലാസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ കഴിച്ചത് ഒരു ഇറ്റാലിയൻ ഡിഷായ ലിംഗ്വിനി ഐ ഫ്രിറ്റി ദിമാരെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പാസ്ത, സീ ഫുഡ് പാസ്തയായിരുന്നു കഴിച്ചിരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫുഡിനെ കുറിച്ച് ഓർമ്മ വരും. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഇറ്റലിയിലൊരു ഫേമസ് സ്ഥലമാണ് സിസിലി. അവിടുത്തെ ഒരു ഏറ്റവും ഫേമസ് ഫുഡാണ് ഈ ഒരു പാസ്ത എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ആ പാസ്തയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. സോ വെയിൽസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. അതൊരു ഡെഫിനറ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ യു ഷുഡ് ടേസ്റ്റ് ദ ഒതൻറ്റിക് ഇറ്റാലിയൻ ഫുഡ് ദർ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് and see you in the next adventurous. Bye guys.